സ്ത്രീപക്ഷമാണ് ഞങ്ങളെന്ന് എല്ലാ പാർട്ടിക്കാരും പറയുന്നുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതകളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ എല്ലാ പാർട്ടിയും കണക്കാണ്. സീറ്റുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് സ്ത്രീകൾക്ക് കൊടുത്തത്. അതിലേറ്റവും പ്രധാനം കോൺഗ്രസ് ഇപ്പോഴും വനിതകളെ മത്സരിപ്പിക്കാറുണ്ടെങ്കിലും അങ്ങനെ ആരും ജയിക്കാറില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ തവണ പേരിനൊരു ഉമാ തോമസ് ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന്. എന്നാൽ ഇത്തവണ അതിൽ മാറ്റമുണ്ടാകുമെന്നാണ് സർവേകളെല്ലാം വ്യക്തമാക്കുന്നത്. അതായത് UDF-ൽ ആകെ ഇത്തവണ 11 വനിതകളാണ് മത്സരിക്കുന്നത്. അതിൽ 2 പേർ മുസ്ലിം ലീഗിൽ നിന്നും ഒരാൾ KK രമയുമാണെന്നിരിക്കെ ബാക്കി 8 സീറ്റുകളിലേക്കാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. കൂത്തുപറമ്പിലെ അതുപോലെ പേരാമ്പ്രയിലെയും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ വനിതകളാണെങ്കിൽ വടകരയിൽ KK രമ മത്സരിക്കുന്നു. എന്നാൽ കോൺഗ്രസിനായി വയനാട്ടിലെ മാനന്തവാടിയും കോഴിക്കോട്ടെ ഏലത്തൂരും പാലക്കാട്ടെ കോങ്ങാടും അതുപോലെ തൃക്കാക്കരയും ആലപ്പുഴയിലെ അരൂരും കൊല്ലവും കൊട്ടാരക്കരയും ഒപ്പം തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴുമാണ് വനിതാ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനായി മത്സരിക്കുന്നത്. 2011 സംഭവം നമുക്കറിയാം. UDF-ന് അധികാരം ലഭിച്ചപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ ഒരാൾ മാത്രമാണ് വനിതാ MLA ആയി ഉണ്ടായിരുന്നത്. അതും കന്നിയംഗത്തിൽ തന്നെ ജയിച്ച വയനാടിൽ മാത്രം ഒതുങ്ങി നിന്ന PK ജയലക്ഷ്മി ആയിരുന്നു. അവർക്ക് മന്ത്രിയാകേണ്ടി വന്നു, അവർ മന്ത്രിയാകുകയും ചെയ്തു. എന്നാൽ ഇത്തവണ ഭരണം ലഭിക്കുമെന്ന് സർവേകളെല്ലാം പറയുമ്പോൾ ജയസാധ്യതയുള്ള അനവധി പേരാണ് ഇത്തവണ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉള്ളത് എന്നുള്ളതാണ് പ്രത്യേകത. ഇത്തവണത്തെ UDF-ൻ്റെ വനിതാ സ്ഥാനാർത്ഥികളെക്കുറിച്ച് തെക്ക് നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങിയാൽ കോൺഗ്രസിൻ്റെ പെങ്ങളൂട്ടി എന്ന സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇത്തവണ മലബാർ വിട്ട് തിരുവനന്തപുരത്തെ ചിറയൻകീഴിലാണ് മത്സരിക്കുന്നത്. പാട്ടും പാടി ജയിക്കാറുള്ള രമ്യ ഇത്തവണ മണ്ഡലത്തിൽ വലിയ ഓളമുണ്ടാക്കി കഴിഞ്ഞുവെന്നും വിജയം ഉറപ്പ് എന്നുമാണ് റിപ്പോർട്ടുകളും അതുപോലെ സർവേകളൊക്കെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കൊല്ലം ജില്ലയിൽ 2 വനിതകളാണ് UDF-ന് വേണ്ടി കൊല്ലം ജില്ലയിൽ മത്സരിക്കുന്നത്. 2 പേരും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. നമുക്കറിയാം CPM കുത്തകയാക്കി വച്ചിരുന്ന കൊല്ലം സീറ്റിലും അതുപോലെ കൊട്ടാരക്കര സീറ്റിലുമാണ് അവർ മത്സരിക്കുന്നത്. പിടിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത്തവണ ഇവർ വിജയിക്കുന്ന പട്ടികയിലാണ് 2 സീറ്റുകളും ഉള്ളത്. കൊട്ടാരക്കരയിൽ CPM-ൽ നിന്നും വന്ന പഴയ MLA ഐഷ പോറ്റി സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലിനെ തകർക്കുന്നത് കാണാൻ ഇപ്പോഴേ സംസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞതുപോലെയാണ്. ഇനി കൊല്ലം മണ്ഡലത്തിൽ ബിന്ദു കൃഷ്ണയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ നടൻ മുകേഷിനോട് നേരിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ട ബിന്ദു മണ്ഡലത്തിൽ തന്നെ തമ്പടിച്ച് ജനങ്ങളിൽ ഒരാളായി മാറി എന്ന ഉത്തമ ബോധ്യത്തിലാണ് ജനങ്ങളും ബിന്ദുവിൻ്റെ വിജയം ഉറപ്പിക്കുന്നത്. LDF സ്ഥാനാർത്ഥി ജയമോഹൻ ശക്തനായൊരു സ്ഥാനാർത്ഥിയാണ്. എങ്കിലും മുൻതൂക്കം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയ്ക്ക് തന്നെയാണ്. കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കൊല്ലത്തെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമസഭയുടെ വിജയത്തിൻ്റെ ഒരു സൂചനയാണ് നൽകുന്നത് എന്നതിൽ സംശയമില്ല. ഇനിയുള്ളത് ആലപ്പുഴയിലെ അരൂരിലാണ്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും മുതിർന്ന നേതാവ് രാഷ്ട്രീയ കാര്യസമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ മത്സരിക്കുന്ന അരൂർ മണ്ഡലത്തിൽ തീപാറുന്ന പോരാട്ടമാണ് നടക്കുന്നതെങ്കിലും അവസാന നിമിഷം ഷാനിമോൾ വിജയിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണമുണ്ട്. സിറ്റിംഗ് MLA ദലീമയാണ്, ഗായികയാണ്. അവർ LDF-ൻ്റെ സ്ഥാനാർത്ഥിയായി ഇത്തവണയും ജനവിധി തേടുന്നു. പക്ഷേ അവർ MLA എന്നുള്ള നിലയിൽ വലിയ വിജയം നേടിയിട്ടില്ല എന്നുള്ളതാണ് ആ നാടിൻ്റെ തന്നെ അഭിപ്രായം. അത് ഷാനിമോൾ ഉസ്മാൻ്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി എറണാകുളത്തെ തൃക്കാക്കരയിലേക്ക് വന്നാൽ PT-യുടെ ഉമ എന്ന ഉമാ തോമസ് ജയിച്ച് കഴിഞ്ഞ ഒരു പ്രതീതിയാണ്. ആ മണ്ഡലത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. PT തോമസ് തന്നെ ഭദ്രമാക്കി വച്ചു. എണ്ണം കൊണ്ടും UDF വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലം. അങ്ങനെ ഉമാ തോമസിന് വലിയ വെല്ലുവിളിയില്ലാതെ എതിർ സ്ഥാനാർത്ഥികളാരും പ്രഗത്ഭരല്ല എന്നുള്ളതും അവരുടെ ഭൂരിപക്ഷം തന്നെ വർദ്ധിപ്പിച്ചേക്കാം എന്നും പറയുന്നു. എന്നാൽ കോൺഗ്രസിൽ നിന്നുള്ള വനിതാ സ്ഥാനാർത്ഥികളിൽ ഏകദേശം തോൽവി ഉറപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട്ട് നിന്നുള്ള പ്രൊഫസർ KA തുളസിയുടേതാണ്. ഒന്ന്, അത് LDF-ൻ്റെ ഉറച്ച മണ്ഡലമാണ് കോങ്ങാട്. സിറ്റിംഗ് MLA ശാന്തകുമാരി മികച്ച പ്രകടനമാണ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ സംവരണ മണ്ഡലമായ കോങ്ങാട്ട് മത്സരിക്കാൻ എത്രയോ പ്രഗത്ഭരായ നേതാക്കന്മാർ കോൺഗ്രസിൽ ഉണ്ടായിട്ടും MP VK ശ്രീകണ്ഠൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ മാത്രം പരിഗണിച്ചത് ഒരു തിരിച്ചടിയാകാനാണ് സാധ്യത. പലതവണ തോറ്റ വ്യക്തി കൂടിയാണ് KA തുളസി.
ഇനി മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂരാണ്. ആദ്യം UDF ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലായിരുന്നു ഏലത്തൂരിനെ എല്ലാവരും കണ്ടിരുന്നത്. എന്നാൽ മത്സരം കടുത്തപ്പോൾ, ആ മണ്ഡലം രൂപീകരിക്കപ്പെട്ടപ്പോൾ മുതൽ MLA-യും മന്ത്രിയും ഒക്കെ ആയിരുന്ന AK ശശീന്ദ്രൻ പ്രായം കൊണ്ടും ഏറെ പ്രായമായിട്ടും അതുപോലെ അസുഖമലട്ടുന്ന ഒരാളായിട്ടും മണ്ഡലം വിടാതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. NCPയുടെ അജിത് പവാർ വിഭാഗം വേറെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇദ്ദേഹം NCP ശരത് പവാർ വിഭാഗമാണ്. ഇതൊക്കെ കണ്ട് മനസ്സുമടുത്ത ജനങ്ങൾ ഇത്തവണ കോൺഗ്രസിൻ്റെ വനിതാ യുവ നേതാവായ വിദ്യാ ബാലകൃഷ്ണനെ ജയിപ്പിക്കാനാണ് തീരുമാനം എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏലത്തൂരിൻ്റെ മനസ്സ് മാറുന്നത് ഓരോ സർവേയിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാവുന്നതാണ്. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ കിടിലൻ യുവ വനിതാ നേതാവായ ഫാത്തിമ തഹ്ലിയ മത്സരിക്കുന്ന പേരാമ്പ്രയിലാണ് ഇത്തവണ ഏറ്റവും വലിയൊരു അട്ടിമറി വിജയം വരാൻ പോകുന്നത്. എതിരാളി ചില്ലറക്കാരനല്ല, പ്രമുഖനാണ്. LDFൻ്റെ കൺവീനറായ TP രാമകൃഷ്ണനെയാണ് അവർ പരാജയപ്പെടുത്തുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയുടെ അങ്ങേയറ്റമായിരിക്കും. അത്തരത്തിലുള്ള ഒരു മത്സരം, അതിൻ്റെ ഫലമറിയാൻ കേരളം മുഴുവൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇനി കോഴിക്കോട് ജില്ലയിൽ തന്നെ വടകരയിൽ UDFലെ RMPയിൽ നിന്നുള്ള KK രമയും ജയിക്കുമ്പോൾ CPM-ൻ്റെ നില പരുങ്ങലിലാകും കോഴിക്കോട് ജില്ലയിൽ എന്നുറപ്പാണ്. അതുപോലെ വയനാട്ടിലേക്ക് പോയാൽ CPM-ൻ്റെ സിറ്റിംഗ് സീറ്റും അതുപോലെ മന്ത്രി OR കേളു പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലവുമായ മാനന്തവാടിയിൽ ഇത്തവണ കോൺഗ്രസിൻ്റെ ഉഷാ വിജയൻ വിജയിക്കും എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതാണ് എല്ലാ സർവേകളും ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഇനി കണ്ണൂരിലേക്ക് വന്നാൽ, കണ്ണൂരിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയുണ്ട് UDF-ന്. കണ്ണൂരിലെ കൂത്തുപറമ്പിൽ വനിതാ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ ജയന്തി രാജനാണ്. അവർ ജയിക്കുമെന്നതിൽ സംശയമാണുള്ളത്. അത്രയ്ക്കും മണ്ഡലത്തിലൊരു സ്വാധീനമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത്. എങ്കിലും പോരാട്ടം അവിടെയും ശക്തമാണ്. എതിർ സ്ഥാനാർത്ഥി RJD ആണ് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അങ്ങനെ കേരളത്തിലെ വനിതകൾ UDF-നൊപ്പം കുറവാണ് എന്ന് പറയുന്ന കാലമെല്ലാം മാറി ഏകദേശം 11-ൽ 9ഓളം MLA-മാർ ഇത്തവണ നിയമസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ എല്ലാം തന്നെ. അങ്ങനെ UDF-ന് അന്യമാണ് എന്ന് പറയുന്ന വനിതാ MLA-മാരെ കൊണ്ട് ഇത്തവണ നിയമസഭ സമ്പൂർണ്ണമാകും എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ.